ഫസ്റ്റ് ഫിലിം എന്റെ അത്ഭുതദ്വീപാണ്. അതിനുശേഷം ഞാൻ മൊത്തം 7 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അത് 7ാമത്തെ സിനിമയാണ് ബ്രോഡാഡി അല്ലേ? അപ്പൊ ഈ അത്ഭുതദ്വീപിലേക്ക് എങ്ങനെയാട്ടാ വന്നത്? കാരണം നമ്മള് അതിലൊരു നരഭോജിയൊക്കെ ആയിട്ടല്ലോ വന്നത്, ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പല്ലൊക്കെ ഫുള്ള് ചോരയൊക്കെ ആയിട്ട് ഓടി വരുന്ന ഒരു സീനൊക്കെയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പൊ അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് ഫസ്റ്റ് നമ്മള് ഞാൻ 2 സീരിയലിൽ ഫസ്റ്റ് ചെയ്തിരുന്നു. അതായത് കായംകുളം കൊച്ചുണ്ണി, പറയപെറ്റ മന്ത്രികുലം. അതിനുശേഷമാണ് ഞങ്ങള് ഏഷ്യാനെറ്റില് പണ്ട് നമ്മൾ തമ്മിൽ എന്നൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഷോയിൽ ഞങ്ങളുടെ ഒരു ഹൈറ്റ് കുറഞ്ഞ ആളുകളുടെയും ഹൈറ്റ് കൂടിയ ആളുകളുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് ഈ ചെറിയ കുഞ്ഞന്മാര്, ഹൈറ്റ് കുറഞ്ഞ കുഞ്ഞന്മാര്, അപ്പൊ അവര് പറയാണ് ഞങ്ങളെ ഹൈറ്റ് കുറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് സിനിമയിലേക്ക് അവസരം കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര കമന്റ് കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളാണെങ്കിൽ നമുക്ക് ചാൻസ് ഒന്നുമില്ല, പ്ലസ് പോയിന്റ്സ് പറയാനായിട്ട്. അപ്പൊ ആ പരിപാടി അത് വിനയ് സാർ കണ്ട് വിനയ് സാർ പറഞ്ഞു ആദ്യം ഈ സിനിമയിലേക്ക് അത്ഭുതദ്വീപിലേക്ക് നമ്മുടെ ഈ നരഭോജികളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ കറുത്ത ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വെച്ചിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം കണ്ടതിന് ശേഷം വിനയ് സാർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഹാർഡി ഹൈറ്റ് ഉള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ടോൾമെൻ അസോസിയേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ അവർ നേരിട്ട് വിളിച്ചു, വിനയ് സാർ നേരിട്ട് വിളിച്ചു. അതിലൂടെയാണ് നമുക്ക് അതിലേക്കൊരു അവസരം കിട്ടിയത്. ഈ അത്ഭുതദ്വീപ് വന്നപ്പോഴത്തെ ഇപ്പൊ എനിക്ക് 10-12 വർഷമായില്ലേ? അതെ, 10 വർഷം മേലായിട്ടുണ്ട്. 10 വർഷം മേലായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടനെ ബ്രോഡാഡിയിലാണ് കാണുന്നത്. അപ്പൊ ബ്രോഡാഡി കണ്ടപ്പോൾ എല്ലാവർക്കും എക്സൈറ്റഡ് ആയി. അപ്പൊ ഈ ബ്രോഡാഡിയിലേക്ക് പിന്നെ വരേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെ അത്ഭുതം ഒരു നിമിത്തം തന്നെയാണ്. കാരണം അതിൽ പൃഥ്വിരാജിന്റെ ചേട്ടൻ നമുക്ക് അത് നല്ലൊരു ആ ഒരു അന്നത്തെ ഒരു സംഭവം ആളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് ലാലേട്ടനായിട്ടും ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു സീൻ അത് ചെയ്യാനായിട്ട് പൃഥ്വിരാജിനെ നേരിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാല് ഷിബു നമുക്കൊരു പടമുണ്ട്, ഷിബു ഒരു 3-4 ആൾക്കാരെ കൂട്ടിയിട്ട് നേരെ നിങ്ങൾ ഹൈറ്റ് ഉള്ള ആൾക്കാരെ കൂട്ടിയിട്ട് നേരെ ഹൈദരാബാദിലേക്ക് വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈദരാബാദിൽ പോകണം. അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കോസ്റ്റ്യൂം നമുക്ക് അറിയില്ല, സാധാരണ നമുക്ക് അങ്ങനെ കിട്ടില്ല പെട്ടെന്ന്. അപ്പൊ നിങ്ങളുടെ യൂണിഫോം, നിങ്ങൾ ഉപയോഗിക്കുന്ന യൂണിഫോം നിങ്ങൾ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയ്യിൽ വെച്ചു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പുള്ളിക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരപ്പം തന്നെ ഒറ്റ ദിവസം കൊണ്ട് അവര് പുതിയൊരു കോസ്റ്റ്യൂം നമുക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തുണ്ടാക്കി. അങ്ങനെയാണ് ആ പടത്തിൽ അപ്പൊ ഷൂട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല, എന്താണ് ഇതിന് സീനെന്നോ ഇതിനകത്ത് നമ്മൾ എന്താണെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല, കഥ അറിയില്ല, സിനിമയുടെ ഒന്നും അറിയത്തില്ല. അങ്ങനെ 2 സീൻ ചെയ്തപ്പോൾ കറക്റ്റ് ചെയ്യാനായിട്ട് പൃഥ്വിരാജ് എൻ്റെ അടുത്ത് വന്ന് കുറെ ആക്ഷനിൽ കാണിച്ചു തന്നു. നല്ലൊരു എന്താ പറയുക, വളരെ കഴിവുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. കാരണം നമ്മള് കറക്റ്റ് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ഏത് ഇതിലേക്കാണെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു കോമ്പിനേഷൻ ഉണ്ട് തോന്നുന്നില്ലേ? അതെ, ഈവന്റ് മാനേജ്മെന്റ്.